റൂഹ് ജീവിക്കുന്നത് മുഹമ്മദ് നബിയെ കൊണ്ടാണ്, റൂഹ് ചത്തുപോകുന്നതും മുഹമ്മദ് നബിയെ കൊണ്ടാണ്. റൂഹ് ജീവിക്കുന്നത് മുഹമ്മദ് നബിയെ കൊണ്ടാണ്, റൂഹ് ചത്തുപോകുന്നതും മുഹമ്മദ് നബിയെ കൊണ്ട് തന്നെയാണ്. റൂഹ് ജീവിക്കുന്നത് മഅരിഫത്തുൻ അൻ ബാബി മുഹമ്മദ്, മുഹമ്മദിന്റെ വാതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വാതിൽ തുറന്നു കിട്ടിയാൽ റൂഹ് ജീവിക്കും. മുഹമ്മദ് എന്ന ആളെ പറ്റി മനസ്സിലാക്കേണ്ടതല്ലാത്ത, അവിടുത്തെ മഖാമിനോട് യോജിക്കാത്ത എന്ത് മനസ്സിലാക്കിയാലും റൂഹ് കിട്ടും, അവസാനം റൂഹ് ചത്തുവും. അതാണ് വഹാബികൾക്ക് സംഭവിച്ചത്. റൂഹ് ചത്തുപോയതാണ്. അതുകൊണ്ടാണ് സുമ്മലായ ഔദൂൻ, പിന്നെ അവർ തിരിച്ചു വരൂല എന്ന് പറഞ്ഞത്. എന്നോട് യാത്ര ചെയ്തപ്പോൾ മിനിഞ്ഞാന്നൊരാൾ ചോദിച്ചു, വഹാബികൾ തിരിച്ചു വരൂല എന്നാണോ? ഞാൻ പറഞ്ഞു, തിരിച്ചു വരൂല. അവർ വഹാബി ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരൂല. പക്ഷെ അവരുടെ കൂട്ടത്തിലും അഗ്നോസിസ്റ്റ് ഉണ്ടാവും. അഗ്നോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ വഹാബിയാണോ ശരി, സുന്നിയാണോ ശരി എന്ന് തിരിച്ചറിയാത്ത ബൈന ഉണ്ടാവും. അവർക്ക് നല്ല റൂഹുള്ള വാളും ഉസ്താദിന്റെ മുലാഖാത്തും ഒക്കെ കിട്ടിയാൽ അവിടെ ജീവിക്കുകയും ചെയ്യും. എന്നോട് വണ്ടൂർക്കാരനായ ഒരു മധ്യവയസ്കൻ, ഒരു 50-55 വയസ്സുള്ള ഒരാൾ ഒരു 15 കൊല്ലം മുമ്പ് ഒരു വാക്ക് പറഞ്ഞു. പിന്നെ ഞാനത് മറക്കൂല. വണ്ടൂർ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനമുള്ള നാട്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന കാലം ഞാനും മുജാഹിദായി. അതാണ് ശരിയെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞാൻ ചില ഡൗട്ടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഹാനായ താജുൽ ഉലമാ സദഖത്തുല്ലാ അല്ലാഹു തആല അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ, ആമീൻ പറയും, ഉറക്കെ പറയും. വലിയ മഹാനാണ് അദ്ദേഹം, വലിയ മഹാനാണ്. നമ്മളെ നേതാക്കളെ കൂട്ടത്തിലെ വലിയ ഫഖീഹായ വലിയ മഹാനാണ് മഹാനായ സദഖത്തുല്ലാ കെ സദഖത്തുല്ലാ മുസ്ലിയാർ, അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ സദഖത്തുല്ലായുടെ അടുത്തേക്ക് പോയി, ഞാൻ എൻ്റെ 1-2 സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് ഫാത്തിഹ സൂറത്തിൻ്റെ മാന ഓതി തന്നു. പിന്നെ ഞാൻ എവിടേക്കും പോയിട്ടില്ല. പിന്നെ ഈ നിമിഷം വരെ സുന്നിയ. അപ്പം അയാൾ അതായിട്ടില്ല, അഗ്നോസിസ്റ്റാണ്. അഗ്നോസിസ്റ്റ് ആയതുകൊണ്ടാണല്ലോ ഒരു ആലിമിൻ്റെ അടുത്ത് പോയി ചോദിച്ചത്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. വഹാബി ആയാൽ തിരിച്ചു വരില്ല. എന്തുകൊണ്ട്? വഹാബിക്ക് റൂഹ് ചത്തുപോയനാണ്. നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. വഹാബി ഒരിക്കലും നന്നാവില്ല. ചത്തുപോയി, റൂഹ് ചത്തുപോയി. അള്ളാഹുവിൻ്റെ കലാമിനെ നിസ്സാരപ്പെടുത്തി. അള്ളാഹുവിൻ്റെ കലാമിന് ഒരു വാന മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി പരിശുദ്ധ കലാമിനെ നിസ്സാരപ്പെടുത്തിയപ്പോൾ അവൻ്റെ റൂഹ് ചത്തുപോയതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇന്ന ചീത്തറങ്ങോളൂ, ഇന്ന ചീത്തറയാൻ എല്ലാവർക്കും ലൈസൻസാണ്. അതിൻ്റെ പേരിൽ മാഷറിൽ ഒരാളെയും പിടികൂടൂല. എന്നെ ചീത്ത പറയുന്നവർക്ക് സ്വാഗതം, ആരെന്നെ ചീത്ത പറഞ്ഞാലും അവർക്ക് സ്വാഗതം. അതിലൊരു പ്രശ്നമല്ല. അതിൻ്റെ പേരിൽ മാഷറിൽ പിടികൂടൂല. ആർക്കും ചീത്ത അറിയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ചീത്ത അറിയാൻ തോന്നും. അപ്പോൾ എന്നെ ചീത്ത അറിയും, ആയിക്കോട്ടെ. പക്ഷെ വഹാബി നന്നാവില്ല. സുമ്മലായ ഔദൂൻ, ഒരാൾ വഹാബി ആയാൽ നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. അടുത്ത വരി നോക്കില്ലേ, ഭയങ്കര പണിയുള്ള വരികളാണ്. പരിശുദ്ധ മൽഹറാണല്ലോ എന്ന്. ബൽ എന്നല്ല, ബൽഹുവ പുണ്യ റസൂൽ ഐനുഹാത്തിന്റെ ഐനുമാണല്ലോ. ഐനിന് ഇവിടെ അർത്ഥം മിർആത്ത് എന്നാണ്. മിർആത്ത് കണ്ണാടി. കൽമായി വെള്ളം പോലെ. അല്ലാഹുവാണോ നബി? അല്ല. അല്ലാഹുവാണോ നബി? അല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിനെ നബിയിൽ നിന്ന് ശരിക്കും നിൽക്കുന്നവന് വായിക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹിന്റെ അസ്മാ സിഫാത്തിന്റെ മൽഹറാണ്, അതിൻ്റെ തജല്ലിയുടെ മൽഹറാണ്. അത് വെളിവായ സ്ഥലമാണ്. ആര്? മുഹമ്മദ്. മുഹമ്മദിൽ നോക്കേണ്ട ആൾക്ക് നോക്കിയാൽ അള്ളാഹുവിനെയും കാണും. കാണാത്ത റബ്ബിനെ മുഹമ്മദിൽ കാണും. അത് അള്ളാഹുവിനെയാണോ? മനസ്സിലായില്ല. വെള്ളത്തിന്റെ കരയിൽ നീ പോയി നിന്നാൽ
നിന്നെ വേറൊരാൾക്ക് വെള്ളത്തിൽ കാണാം. അമ്പിളിമാനെ കരയിൽ നിൽക്കുന്ന ഒരാൾക്ക് അമ്പിളിമാമനെ വെള്ളത്തിൽ കാണാം. വെള്ളം അമ്പിളിമാമനാണോ? പറയടോ, വെള്ളം അമ്പിളിമാമനാണോ? അല്ല, വെള്ളം അമ്പിളിമാമനല്ല. പക്ഷേ അമ്പിളിമാമനെ ഒരാൾക്ക് വെള്ളത്തിൽ ദർശിക്കാം. അള്ളാഹുവിന്റെ എന്ന ആ മനസ്സിലായില്ലേ? ആ ജലാലിയത്തിന്റെ ഇസ്മിനെ വേണമെങ്കിൽ ഒരാൾ അത്രയും ആഴമുള്ള കണ്ണുള്ള ഒരാൾക്ക് മുഹമ്മദീനെ ദർശിക്കാം. അതാണ് മൻ റആനി ഫഖദ് റഅൽ ഹഖ. എഴുതിയൊക്കെ ഹദീസ്. മൻ റആനി ഫഖദ് റഅൽ ഹഖ. എന്നെ ഒരാൾ കണ്ടാൽ അയാൾ ഹഖ് തആലയെ കണ്ടു. മൻ റആനി ഫഖദ് റഅൽ ഹഖ. മുഹമ്മദ് എന്നാൾ അള്ളാഹു ആണോ? അല്ല. എന്നാൽ സൂക്ഷിച്ചു നോക്കുന്ന ഒരാൾക്ക്, വെള്ളത്തിന്റെ കരയിൽ നിൽക്കുന്ന ഒരാൾക്ക് അമ്പിളിമാമനെ ദർശിക്കാനാവുന്നത് പോലെ മുഹമ്മദിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിച്ചു നോക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ ഇസ്മിനെ ദർശിക്കാനാകും. റഹ്മാൻ എന്ന ഇസ്മിനെ ദർശിക്കാനാവും. അദിൽ എന്ന ഇസ്മിനെ, ഇനി അദിൽ റസൂലുള്ളാഹിക്ക് പേരുണ്ട് അദിൽ, അള്ളാഹുവിനും പേരുണ്ട് അദിൽ. അള്ളാഹുവിന്റെ നീതി അദിൽ എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ മുഹമ്മദിൽ പറേ ദർശിക്കാനാവും. ആർക്ക് ദർശിക്കാനാവും? അങ്ങനെ കണ്ണുള്ള ഒരാൾക്ക് ദർശിക്കാനാവും. കുരുടൻ വെള്ളത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് അമ്പിളിമാമനെ കാണുമോ? കുരുടൻ വെള്ളത്തിന്റെ പുഴക്കരയിൽ നിന്നുകൊണ്ട് അമ്പിളിമാമനെ കാണുമോ? എന്താണ് പറയുന്നത്? പറയാതിരിക്കുന്നത് മനസ്സിലാക്കിയില്ലേ? കുരുടൻ അമ്പിളിമാമനെ കാണുമോ? ഇല്ല. ومن في هذه الدنيا أعمى فهو في الآخرة أعمى وأضل سبيلا. എവിടെ ആയത്ത്? സിനാൻ എവിടെ പോയി? എവിടേക്ക് ബാക്ക് പോയിരിക്കണ്? എവിടെയാണ് ആയത്ത്? ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. മിക്കവാറും അത് ഇസ്രാ ആയിരിക്കും. ഇസ്രാ അല്ലേ അത്? അതെ. എത്രാമത്തെ ആയത്താണ്? മക്കാന ഫി ഹാദിഹി അഅമാ ഫഹുവ ഫിൽ ആഖിറതി അഅമാ. നോക്ക് സിനാനെ, ഇങ്ങോട്ട് നോക്ക്. വമൻ ഒരാൾ കാന അവനായി ഫി ഹാദിഹി, ഈ അവിടെ ദുനിയാന്നില്ല. വമൻ കാന ഫി ഹാദിഹി അഅമാ അല്ലേ സിനാനെ? എത്ര 72. من كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. സൂറ 72. വമൻ ഒരാൾ കാന ആയി ഫി ഹാദിഹി ഈ ദുനിയാവിൽ അഅമ കുരുടനായാൽ ഫഹുവ അവൻ ഫിൽ ആഖിറതി ആഖിറത്തിലും അഅമ കുരുടനായിരിക്കും. ഇവിടത്തെ കുരുടൻ അവിടെയും കുരുടൻ. അതിനർത്ഥം എന്താ? ഇവിടെ കണ്ണില്ലാത്തവൻ അവിടെ കണ്ണുണ്ടാവില്ല എന്നാ? അല്ല, കുരുടനാവാന്നാണത്. കാണാൻ കഴിയാതെ പോവാന്നാണ്. കാണാൻ കഴിയാതെ പോവാ. ലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുണ്ട് പക്ഷെ അവർക്ക് ദർശിക്കാനാവുന്നില്ല. വഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവിടി ഉണ്ട് പക്ഷേ ശ്രവിക്കാനാവുന്നില്ല. വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട് പക്ഷെ ഉൾക്കൊള്ളാൻ ആവുന്നില്ല. ഉലൈക കല്ലൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. മൃഗത്തിന് കാണാൻ കഴിയുന്നില്ലേ? ഉണ്ട്, പക്ഷെ കാണേണ്ടത് മൃഗത്തിന് കാണാവുന്നില്ല. മൃഗത്തിന് ചെവിയില്ലേ? ഉണ്ട്, പക്ഷെ കേൾക്കേണ്ടത് മൃഗത്തിന് കേൾക്കാനാവുന്നു. മൃഗത്തിന് ഹൃദയമില്ലേ? ഉണ്ട്, പക്ഷെ ഉൾക്കൊള്ളേണ്ടത് മൃഗത്തിന് ഉൾക്കൊള്ളാനാവുന്നില്ല. ബൽഹും അളല്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നോക്കുന്നു ഫഹുവ ആ പുണ്യ റസൂൽ. നോക്ക് വലിയ കെട്ടുള്ള വാക്കുകളാണ്. ഫഹുവ ഈ പുണ്യ റസൂൽ തജല്ലി ദാത്തി, ആ പരിശുദ്ധമായ ദാത്ത് തജല്ലിയായ ആ തജല്ലിയുടെ മൽഹറാണ് മുഹമ്മദ്. അള്ളാഹുവിൻ്റെ ദാത്ത് പ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബൽഹുവ എന്നല്ല ഈ പുണ്യ റസൂൽ ഐനുഹ, ആ ദാത്തിൻ്റെ ഐനാണ്. ഐ മൽഹറാൻ, ഐ മർഅയാണ്. കൽമായി, വെള്ളം പോലെ. ലിസൂറത്തി യൽഹറു, ആ മനസ്സിലായില്ലേ? കൽമായി, വെള്ളം പോലെ. ലിസൂറത്തി തൽഹറു ഫിൽ മായി, ചില രൂപങ്ങൾ വെളിവാകുമല്ലോ എവിടെ? വെള്ളത്തിൽ. അപ്പൊ അമ്പിളിമാമന്റെ മുകളിലുള്ള പാറ, അമ്പിളിമാമന്റെ മുകളിലുള്ള പാറ, ആ പാറ നമ്മൾ എവിടുന്ന് ഇങ്ങനെ നോക്കാതെ എവിടുന്ന് കാണും?
അമ്പിളിമാമന്റെ മേലുള്ള പാറ, അമ്പിളിമാമനെ കണ്ടിട്ടില്ലേ തെളിഞ്ഞ രാത്രികളിൽ? അതിലിങ്ങനെ ചില സ്ഥലത്ത് പിന്നെ വൈറ്റ് ആയിരിക്കും, ചില ഡാർക്ക് ആയിരിക്കും. അപ്പൊ അതൊക്കെ അതിൽ അവിടുത്തെ പാറകളും മറ്റോന്ന് പറയും. അല്ലാഹു അഅലം. എന്തോട്ടെ വ്യത്യസ്തമായ അതിൻ്റെ രീതികളെ നമ്മൾ എവിടുന്ന് കാണും? വെള്ളത്തിൽ നിന്ന് കാണുമല്ലോ. ആ വെള്ളത്തിൽ അമ്പിളിമാമനാണോ ഉള്ളത്? അല്ല. പിന്നെ അതിൻ്റെ ഒരു മർഅയാണ്, കാണേണ്ടവർക്ക് അവിടെ ദർശിക്കാനാവും. എന്നതുപോലെ അള്ളാഹുവിന്റെ അസ്മാഇനെയും സിഫാത്തിനെയും, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എവിടെ ദർശിക്കാനാവും? മുഹമ്മദിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സൂക്ഷിച്ചു നോക്കണം, സൂക്ഷിച്ചു നോക്കണം. അങ്ങനത്തെ കണ്ണ് വേണം. ആ കണ്ണ് 100 കോടിയിൽ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. നൂറ് കോടിയിൽ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതുണ്ട് എന്നറിയും, അല്ലാതെ അറിയില്ല. മതി, എന്നാലും മതി, എന്നാലും മതി. ഇപ്പൊ നമ്മള് വലിയ എന്താ പറയാ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാലല്ലാതെ ആറ്റംസിനെ കാണൂല. നമ്മളിപ്പോ ഈ ഒരു വസ്തുവിലെ ആറ്റംസിനെ കാണുന്നില്ലല്ലോ. സൂക്ഷ്മദർശിനിയിലൂടെ നോക്കുന്ന ഒരാളാ കാണുന്നത്. പക്ഷെ ആറ്റംസ് അതിലുണ്ട്, മനസ്സിലായില്ലേ? അതിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് എന്തുണ്ട്? ഉറപ്പുണ്ട്. വേറൊരു കൂട്ടക്കാർക്ക് അതും ഇല്ല. നമ്മൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിനെ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഷെയ്ഖ് തിജാനി തങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഖാജക്ക് അത് കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അതാണ് നമുക്കുണ്ട്. അവിടേക്ക് എത്തിയാൽ നമ്മൾ കാണുമെന്നും ഉറപ്പുണ്ട്. മറ്റൊരുക്കോ മുഹമ്മദ് ബഷർ മാത്രമാണ്, അതിനപ്പുറത്തൊന്നുമല്ല. ആമിനാക്കും അബ്ദുള്ളാക്കും ജനിച്ച ഒരു അറബി പയ്യൻ ഒരാൾ പ്രസംഗിച്ചു കേരളത്തിൽ, നഊദു ബില്ലാഹ്. അപ്പോൾ ഈമാൻ ചത്തു, പിന്നെ ഉണ്ടാവൂല, കഴിഞ്ഞ്. നമ്മളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ, ഞങ്ങളെ മനസ്സറിഞ്ഞാമീ പറ. അങ്ങനെ ഒരു വാക്ക് പറയുന്നതിനോട് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ എന്ന ആളെ ഒരു ചെതർ, ഒരു മീനിന്റെ പുറത്തുള്ള ഒരു ചെതറിന്റെ അളവിൽ നിസ്സാരപ്പെടുത്തിയാൽ അപ്പോൾ കഫറാവും. നിസ്കരിച്ചില്ലെങ്കിൽ കഫറാവില്ല. മുഹമ്മദ് മുസ്തഫാനെ ഇത്ര അളവിൽ നിസ്സാരപ്പെടുത്തിയാൽ ആ സെക്കൻഡ് കഫറാവും. നിസ്കരിക്കാം. ആ പുണ്യ റസൂൽ. നോക്ക്, മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്കൊരു യഖീനുണ്ട് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിന്റെ. അള്ളാഹിന്റെ ദാത്താണ് മുഹമ്മദ് അല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ദാത്തിലുള്ള അസ്മാ സിഫാത്തിനെ ആരിൽ ദർശിക്കാനാവും? മുഹമ്മദ് മുസ്തഫയിൽ. ആരിഫ് അള്ളാഹിന്റെ ഒരു ഇസ്മു മുഹമ്മദിൽ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ വേറൊന്ന് കാണിച്ചു കൊടുക്കും, പിന്നെ വേറൊന്ന് കാണിച്ചു കൊടുക്കും. അതിന് മാത്രം ഈ ആൾക്ക് എന്തുണ്ടാവും? സഫാഉൽ ഖൽബ് ഉണ്ടാവും. നിസ്കാരം കൊണ്ടല്ല, നോമ്പ് കൊണ്ടല്ല അള്ളാഹു റസൂലിനെ ദർശിക്കുക, സഫാഉൽ ഖൽബാണ്. കണ്ണാടിയിൽ നിനക്ക് നിന്റെ മുഖം കാണാൻ കഴിയുന്നത് കണ്ണാടി നിസ്കരിച്ചോണ്ടല്ല, കണ്ണാടി അത്രയും ശുദ്ധമായതുകൊണ്ടാണ്. കണ്ണാടി നിസ്കരിച്ചോണ്ടാണോ നിനക്ക് കണ്ണാടിയിൽ കാണാൻ കഴിഞ്ഞത്? അല്ല. നിസ്കാരത്തിനൊന്നും ഒരു വർത്താനമില്ല. നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അത് ദാത്ത്, മനസ്സിലായില്ല? ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ്. ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതൊന്നുമല്ല. പക്ഷെ അതും അതിനൊരു സ്ഥാനം ഉണ്ടാവുമല്ലോ. അതിനുണ്ടല്ലോ ഒരു ശരീരം അതിനുണ്ടല്ലോ, അതുണ്ടല്ലോ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചെയ്യിപ്പിക്കണല്ലോ. ഒരു പരമാണു കൊണ്ടും ഇത്തായത്ത് വേണം, ഒരു പരമാണു കൊണ്ടും റബ്ബിന് ഇത്തായത്ത് വേണം. അപ്പൊ ജസദിന് ഇത്തായത്തുണ്ട്. അതിലേറ്റവും വലിയ ഇത്തായത്ത് നിസ്കാരാണ്. അതൊന്നുമല്ല എന്ത് ദീന്, അതൊന്നുമല്ല ഈമാന്. ഈമാൻ വേറെയാണ്. ബാബാ മുതുകുന്ന് കുത്തുബായി വന്നവർ നിസ്കരിച്ചിനോ? ബാബാ മുരുകിൻ മദ്രസയിൽ പോയിനോ? 5ാം ക്ലാസ് പഠിച്ചിനോ? സർട്ടിഫിക്കറ്റ് വാങ്ങിനോ? അലുവിൻ തേങ്ങാപ്പൂളും കൊണ്ടേ കൊടുത്തിനോ? ശമ്പള പൈസ കൊടുത്തിനോ? മൊയ്തീൻ ഷേഖ് ബാബാ മുരുകിൻ കുത്തുബായി വന്നോർ വനം അതേളിയിലും കെളിയും ഇകന്തോറ്. പഴയകാലത്തെ സുന്നികളൊക്കെ യക്കീനാക്കിയ ഒരു ബെയ്ത്താണ്. പണ്ടത്തെ സുന്നികൾ, പണ്ടത്തെ സുന്നികൾ. ഇപ്പത്തെ സുന്നികളെ പറ്റി എനിക്കറിയില്ല. പണ്ടത്തെ സുന്നികളൊക്കെ അങ്ങനെ പാടീന്.
ഇപ്പത്തെ സുന്നിയാൾ ഔലിയാക്കന്മാരെ പറ്റി അങ്ങനെ കൂടുതൽ കറാമത്ത് പറയരുത്, അപ്പോൾ ഈമാൻ വരെ മൂട്ടുകൂടി ഒലിച്ചു പോകും എന്ന് വയൽ പറയുന്നവരാണ് ഇപ്പത്തെ സുന്നി മൂല്യന്മാർ. പണ്ടത്തെ സുന്നി മൂല്യന്മാരൊക്കെ ഇതൊക്കെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു വലിയ വലിയ പണ്ട്. അള്ളാഹു തആല ആ പണ്ടത്തെ കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് തരട്ടെ. മനസ്സിലായെന്ന് പറഞ്ഞത്, അള്ളാഹിന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിന്റെ മൽഹറാണ്. ആ തജല്ലി ദാത്തി, ആ ദാത്ത് അതിൽ വെളിവായിട്ടുണ്ട്. ആ ദാത്ത് വെളിവായ വഹിക്കാൻ കഴിയണമെങ്കിൽ അത്ര വലിയ ആളാകണം. ഞാൻ സീനായ് മരുഭൂമിയിൽ ഒരു മല കണ്ടിട്ടുണ്ട്, പലവട്ടം കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒപ്പം വരുന്നവർക്ക് ആ മല കാണിച്ചു കൊടുക്കും. ആ മല എന്താ ഉണ്ടായതറിയും. ആ മലയിലേക്ക് അള്ളാഹുവിൻ്റെ അൻവാറിൽപ്പെട്ട ഒരു നൂറ് വെളിവായി പോയി. അപ്പോൾ അതങ്ങോട്ട് കരിഞ്ഞു. ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما تجلى ربه റബ്ബിന്റെ നേരിയ ഒരു തജല്ലി ആ പർവ്വതത്തിലേക്ക് വന്നപ്പോൾ ജഅലഹു ദക്കൻ, അതിനെ ഇട്ടിച്ച് പൊടിച്ച് തരി തരി പൊട്ടി പൊട്ടിയാക്കി. ഇത് BC മൂസാ നബിയുടെ കാലഘട്ടം BC 14th സെഞ്ചുറിയാണ്, 14ാം നൂറ്റാണ്ട്, ഓർ 15th സെഞ്ചുറി, 15ാം നൂറ്റാണ്ട്. എനിക്ക് ലഭ്യമായ താരീഖ് അനുസരിച്ച് BC 1406 മൂസാ നബിയുടെ മരണം എന്ന് കണക്കാക്കപ്പെടുന്നു. എന്ന് എഴുതി വെച്ചാൽ BC 1406 മൂസാ നബിയുടെ മരണം എന്ന് കണക്കാക്കപ്പെടുന്നു. BC 1822 ഇബ്രാഹിം നബിയുടെ മരണം. BC 1997 ഇബ്രാഹിം നബി ജനിച്ചു. BC 1822 വഫാത്തായി സയ്യിദ് ഇബ്രാഹിം. മൂസാ നബിയുടെ വഫാത്ത് വർഷം എനിക്ക് ലഭ്യമായ താരീഖിൽ അവിടെ പല തർക്കങ്ങളും കാണുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു ക്ലിയറായി തോന്നുന്നത് ഇതാണ്, BC 1406, അപ്പോൾ 15th സെഞ്ചുറി. മനസ്സിലായില്ലേ? ചിന്തിക്ക്, മനസ്സിലാവുണ്ട് പറഞ്ഞത്. അപ്പൊ അതിന് മുമ്പാണ് ഈ സംഭവം. അപ്പൊ അത് പിന്നെ 40ഓളം വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്രായേലിയർക്ക് തൗറാത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഈ സംഭവം. അതിനിടയിലാണ് ഈ സംഭവം. ഏത് പർവ്വതം കരിഞ്ഞോണമൊക്കെ. റബ്ബി അരിനി അൻളുറിലേക്ക്, നീ നിന്നെ എനിക്കൊന്ന് കാണിച്ചു താ റബ്ബേ, അൻളുറിലേക്ക് ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, എന്ത്, ഇന്ന ലൻ തറാനി, നിനക്കെന്നെ കാണാൻ കഴിയൂല. വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, ആ പർവ്വതത്തിലേക്ക് നോക്ക്. ഫൈനിസ്തഖറ മകാനഹു, എൻ്റെ തജല്ലി അവിടെ വന്നിട്ട് അതിനൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഫസൗഫ തറാനി, പിന്നീട് നിനക്ക് എന്നെ കാണാൻ കഴിഞ്ഞേക്കാം. ഫലമ്മ തജല്ല റബ്ബുഹു, റബ്ബിൻ്റെ തജല്ലി വന്നു ലിൽ ജബലി, പർവ്വതത്തിലേക്ക് വന്നപ്പോൾ ജഅലഹു, പൊട്ടിച്ച് തകർന്നുപോയി. ഇതോ ആ ദാത്തിന്റെ തജല്ലി വന്നിട്ട് ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ആ പർവ്വതം ഒന്നല്ല. എങ്ങനെയാവും ആ പർവ്വതത്തിന് തന്നെ ഈ റഹ്മത്ത് എന്നല്ലേ ആ പർവ്വതം നിലനിൽക്കണ്? അപ്പൊ ഈ ആൾ ആരാ? ഈ ആൾ അഖ്വൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശക്തൻ ജിബ്രീലല്ല. അത് ഈ വരി തന്നെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സൃഷ്ടികളിൽ ഏറ്റവും ശക്തൻ മുഹമ്മദാണ്. എന്തുകൊണ്ട്? ആ തജല്ലി വന്നിട്ട് ഇതിനൊന്നും പറ്റില്ല. മനസ്സിലാവണ്ട പറഞ്ഞത്, ചിന്തിക്ക്. വേറൊരാളാണ്, അതിന് തിന്നണ്ട. ആയുസിൽ ഒരു വട്ടം പോലും തിന്നിട്ടില്ലെങ്കിലും അതിനൊന്നും പറ്റൂല. ഇന്ന റബ്ബി യുത്ഇമുനി വയസ്ഖീനി, എൻ്റെ റബ്ബി എനിക്ക് ഭക്ഷണവും വെള്ളവും തരുന്നുണ്ട്. എഴുതി വെക്ക്, അതൊക്കെ ഹദീസാണ്, എഴുതി വെക്ക്. ഇന്ന റബ്ബി യുത്ഇമുനി വയസ്ഖീനി, എൻ്റെ റബ്ബി എനിക്ക് ഭക്ഷണവും വെള്ളവും തരുന്നുണ്ട് എന്ന് പുണ്യ റസൂൽ. തിന്നേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല? പിന്നെന്തേ തിന്നത്? അത് തിന്നത് കാണിച്ചതിൽ അതൊരു തശ്രീയാണ്, അതും കാണിക്കണമല്ലോ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. പുണ്യ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അദാത്തിന്റെ മിർആത്താണ്, കണ്ണാടിയാണ് മുഹമ്മദ്. ഫമുൽകുൽ അലീമിനാ കദാ മലകൂതു, ഫമുൽകുൽ അലീം, ഉന്നതമായ ഔന്നത്യത്തിന്റെ അധികാരമണ്ഡലം, മിൻഹ, ആ ദാത്തിൽ നിന്നാണല്ലോ വന്നത്.
കഥാ അപ്രകാരം തന്നെ മലക്കൂത്തു, ആ മലക്കൂത്തും എല്ലാം